ഇന്ത്യക്കാരെ വിലങ്ങും ചങ്ങലയും അണിയിച്ച് അനധികൃത കുടിയേറ്റം ആരോപിച്ച് 41 മണിക്കൂർ 104 ഇന്ത്യക്കാരെ ട്രംപ് ഭരണകൂടം തിരിച്ചയച്ചതിനെ പ്രതിഷേധിച്ച് ആലപ്പുഴ DCC ഓഫീസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ആലപ്പുഴ ജില്ലാ DCC പ്രസിഡന്റ് ബാബു പ്രസാദ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 18,500-ലധികം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് ട്രംപ് ഇപ്പോൾ ലോകത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ട്രംപ് 5 കൊല്ലക്കാലം അമേരിക്ക ഭരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജോ ബൈഡൻ പരാജയപ്പെടുത്തി. ആ 5 കൊല്ലക്കാലം ഭരിക്കുന്ന കാലത്ത് ഒരു അനധികൃത കുടിയേറ്റക്കാരെയും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന കാര്യം ട്രംപ് മിണ്ടിയിട്ടില്ല. പക്ഷേ രണ്ടാമത് അദ്ദേഹത്തിന്റെ ഈ വാർദ്ധക്യ സമയത്ത് ഏതാണ്ട് 80 വയസ്സെടുത്ത അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന വ്യാജേന നമ്മുടെ ഇന്ത്യക്കാരായ സഹോദരന്മാരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റുമായി ഒരു ഗൂഢാലോചന നടത്തി. ഇന്ന് അതിന്റെ ഉദാഹരണമാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ. അദ്ദേഹം ആ നടപടിയെ ന്യായീകരിച്ചിരിക്കുന്നത്. ഒരു ഗൂഢാലോചന നടത്തി ആ ഏതാനും കുടിയേറ്റക്കാരെ അമൃതസറിലേക്ക് അവിടെ നിന്നുള്ള വിമാനത്തിൽ കൊണ്ട് ഇറക്കി. ആ കൊണ്ടിറക്കിയത് അവരുടെ കാലിലും കയ്യിലും ചങ്ങലയിട്ട് പണ്ട് പ്രാക്തന കാലത്ത്, അതായത് നമ്മുടെ ഈ ആധുനികമായ സംവിധാനങ്ങളൊക്കെ വരുന്ന കാലത്ത് അടിമകളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അടിമകളെ അടിമച്ചന്തകളിൽ കൊണ്ട് എങ്ങനെയാണോ പ്രദർശിപ്പിക്കുന്നത്, വിലപേശി വിൽക്കുന്നതെന്ന് പറഞ്ഞതുപോലെ ഒരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഏറ്റവും വലിയ മതേതരത്വവും സോഷ്യലിസവും ഇന്നിവിടെ ഈ ലോകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഈ ഭാരതത്തിലെ ജനാധിപത്യത്തിന്റെ ശക്തിയും കരുത്തും ലോകത്തിന് കാണിച്ചു കൊടുത്ത ഈ ഭാരതത്തിലെ ഏതാനും സിറ്റിസൺസിനെ, പൌരന്മാരെ ഇന്ത്യയിലേക്ക് വിമാനത്തിൽ കൊണ്ടുവരുന്നത്, ആ നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് വിമാനത്തിൽ കൊണ്ടുവരുന്നത് ട്രംപുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശരി, പക്ഷേ അവരെ കാലിലും കയ്യിലും ചങ്ങലയിട്ട് പ്രാക്തന കാലത്തെ അടിമകളെ അടിമച്ചന്തകളിൽ കൊണ്ടുപോകുന്നത് പോലെ ഇത്രയും വലിയ ജനാധിപത്യ രാജ്യത്തെ, ഇത്രയും വലിയ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിലും സോഷ്യലിസത്തിന്റെ കാര്യത്തിലാണെങ്കിലും മതേതരത്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും പുരോഗതിയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു ദുരന്തമാണ് അവരെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് അവരെ ബന്ധനസ്ഥരാക്കി ഏറ്റവും പ്രാകൃതമായ രീതിയിൽ ഇന്ത്യയിലെ അമൃതസറിൽ കൊണ്ട് വിട്ടത്. ഇവിടെ ഒരു പ്രധാനമന്ത്രിയും ഒരു ഭരണകൂടവും ഈ രാജ്യത്തിന്റെ സോവർണിറ്റി, പരമാധികാരം സംരക്ഷിക്കാൻ ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിക്കും അതുപോലെ ഒരു ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ട്രംപിന്റെ വിരൽ മുഖത്തേക്ക് ചൂണ്ടുവിരൽ ചൂണ്ടി അങ്ങനെ ചെയ്താൽ നിങ്ങൾ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. ഇന്ത്യ രാജ്യത്തെ സാധാരണ പൌരന്മാർക്ക് ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു വിരൽ ചൂണ്ടി പറയാൻ ഒരു നേതാവ് പണ്ടുണ്ടായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് യാഹ്യ ഖാനെ ഭരിക്കുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ അങ്ങ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്, അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് 7ാം കപ്പൽപ്പടയെ അയക്കാൻ പോവുകയാണ് എന്ന് അന്നത്തെ പ്രസിഡന്റ്, അമേരിക്കയുടെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ, അദ്ദേഹം ഇവിടെ പ്രഖ്യാപനം നടത്തി. ലോകത്തെ ഈ യുദ്ധമുഖത്ത് പ്രഖ്യാപനം നടത്തി. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആകാംക്ഷയോടെ, എല്ലാ രാജ്യങ്ങളും ഭീതിയോടെ 7ാം കപ്പൽപ്പടയെ നോക്കിക്കണ്ടിരുന്ന ആ റിച്ചാർഡ് നിക്സന്റെ പ്രഖ്യാപനത്തെ വളരെ ഭീതിയോടെ കണ്ടു. ഒരാൾ മാത്രം കണ്ടില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി മാത്രം കണ്ടില്ല. ഇന്ദിരാഗാന്ധി ഫോണിൽ റിച്ചാർഡ് നിക്സൺ ആ 7ാം കപ്പൽപ്പടയെ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു മറുപടി പറഞ്ഞു, 7ാം കപ്പൽപ്പടയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കണമോ വേണ്ടയോ എന്നുള്ളത് റിച്ചാർഡ് നിക്സൺ തീരുമാനിക്കാം. പക്ഷേ അതിവിടെ നിന്ന് തിരിച്ചു പോകണോ എന്ന് ഞങ്ങൾ ഇന്ത്യക്കാർ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് 70കളിൽ ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ 19 ദിവസം കഴിഞ്ഞപ്പോൾ
പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഈ ഇന്ത്യ രാജ്യം വിജയിച്ചപ്പോൾ റിച്ചാർഡ് നിക്സന്റെ 7ാം കപ്പൽപ്പട എന്ന ഓലപ്പാമ്പ് കണ്ട് അന്ന് ഇന്ദിരാഗാന്ധി ഭയന്നിരുന്നെങ്കിൽ, ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭയന്നിരുന്നെങ്കിൽ ആ യുദ്ധത്തിന്റെ ഗതി വേറൊന്നാകുമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ അതേ നാണയത്തിൽ അങ്ങോട്ട് മറുപടി പറയാൻ നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയെ പോലെ ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് ഈ രാജ്യത്തെ ഒരു പൗരന്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് അവരെ ആരെയും റിച്ചാർഡ് നിക്സൺ ഇന്ത്യയിലേക്ക് അയച്ചില്ല. KPCC ജനറൽ സെക്രട്ടറി ഷുക്കൂർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് 95 കേരളയ്ക്ക് വേണ്ടി ആലപ്പുഴയിൽ നിന്നും കൃഷ്ണകുമാർ.